ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മഹാഭാഗവതത്തിലെ ജരാസന്ധ വധമാണ് പറഞ്ഞത്. യുധിഷ്ഠിരൻ രാജസൂയത്തിന് തയ്യാറെടുക്കുന്നു. അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഭീമനും കൂടി ബ്രാഹ്മണ വേഷം ധരിച്ച് ജരാസന്ധൻ്റെ കൊട്ടാരത്തിലെത്തി ജരാസന്ധനോട് ദ്വന്ദ്വയുദ്ധം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭീമനും ജരാസന്ധനുമായി ദ്വന്ദ്വയുദ്ധം നടത്തുകയും ഭീമൻ ജരാസന്ധനെ വധിക്കുകയും ചെയ്ത അതിമനോഹരമായ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോടും പാഞ്ചാലിയോടും സഹോദരന്മാരോടുമൊക്കെ യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ഹൃദയസ്പർശിയായ ഭാഗം, ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധർമ്മപുത്രരുടെ രാജസൂയവും ആ സമയം അവിടെ സംഭവിച്ച ചില സംഭവ വികാസങ്ങളുമാണ്. അക്കാര്യം വളരെ വിശദമായി തന്നെ നമുക്കിന്ന് നോക്കാം. ദിഗ്വിജയത്തിന് പോയ അനുജന്മാർ സകല രാജാക്കന്മാരെയും ജയിച്ച് അവരിൽ നിന്നും ലഭിച്ച അളവറ്റ ധനരത്നാദി ദ്രവ്യങ്ങൾ ജ്യേഷ്ഠനായ യുധിഷ്ഠിരൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചു. സർവഭൂമി പാലകന്മാരും ധർമ്മപുത്രരുടെ മേൽക്കോയ്മയെ അംഗീകരിച്ചു. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ സർവവും പൂർത്തിയായി. യാഗശാല, അതിഥി മന്ദിരങ്ങൾ, വിനോദശാലകൾ, ഭക്ഷണശാലകൾ, വിശ്രമശാലകൾ, നടപ്പന്തലുകൾ, പൂപ്പന്തലുകൾ, കാവൽപ്പന്തലുകൾ എന്നിവയെല്ലാം അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ഉയർന്നു. യജ്ഞാരംഭ സുദിനം അടുത്തു. മഹീപാലന്മാർ അവരവരുടെ പദവിക്കടുത്ത പരിവാരങ്ങളോടും ബന്ധുജനങ്ങളോടും കൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പാഞ്ചാലം, വിരാടം, വിദർഭം, മാന്ദ്രം, മഗധം, മാളവം, കൊങ്കണം, കോസലം, കേകയം, കപിലം, കാശി, നൈഷധം, അവന്തി, അയോധ്യ, അംഗം, വംഗം, കലിംഗം, സിന്ധു, ചേതി, ചോളം, പാണ്ഡ്യം തുടങ്ങി എല്ലാ രാജ്യങ്ങളിലെയും രാജാക്കന്മാർ ക്രമേണ വന്നു തുടങ്ങി. ലങ്കയിൽ നിന്നും വിഭീഷണനാണ് വന്നത്. ഹസ്തിനപുരത്തിൽ നിന്നും ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ദുര്യോധനനും തുടങ്ങി 100 പുത്രന്മാരും അവരുടെ പത്നിമാരും കർണൻ, ശല്യർ തുടങ്ങിയ ബന്ധുക്കളും അവരുടെ ഭാര്യമാരും ദ്രോണർ, കൃപർ തുടങ്ങിയ ഗുരുക്കന്മാരും പിതാമഹനായ ഭീഷ്മരും ശകുനിയും വിതുരരും കണിങ്കൻ തുടങ്ങിയ മന്ത്രിമാരും സേനാപതികളും അങ്ങനെ എല്ലാവരും തന്നെ ആഗതരായി കഴിഞ്ഞു. മഗധ കാരാഗൃഹത്തിൽ കിടന്ന ചെറു രാജാക്കന്മാർ മുഴുവനും വന്ന് ധർമ്മപുത്രക്ക് ഉപഹാരങ്ങൾ സമർപ്പിച്ചു. വേദവ്യാസൻ, പരാശരൻ, പൈലൻ, സുമന്തു, ധൗമ്യൻ, ഭരദ്വാജൻ, ഗൗതമൻ, വീതിഹോത്രൻ, കണ്വൻ, അങ്കിരസ്, ദേവലൻ, മൈത്രേയൻ, കശ്യപൻ, അഗസ്ത്യൻ, ഗർഗൻ, വസിഷ്ഠൻ, നാരദർ തുടങ്ങിയ മഹർഷി പുങ്കവന്മാരും യാഗഹോത്രികളും പരികർമ്മികളും അവിടെ എത്തിച്ചേർന്നു. ദ്വാരകയിൽ പോയി അർജുനൻ പ്രത്യേകം ക്ഷണിച്ചതനുസരിച്ച് കൃഷ്ണനും പത്നിമാരും ബലരാമനും രേവതിയും ദേവകിയും വസുദേവരും യാദവപതി ഉഗ്രസേനനും പ്രദ്യുമ്നൻ, സാമ്പൻ തുടങ്ങിയ കൃഷ്ണപുത്രന്മാരും സാത്യകി, സാത്യകൻ, സാരണൻ, കൃതവർമാവ് തുടങ്ങിയ യാദവ പ്രമുഖന്മാരും ഉദ്ധവർ, അക്രൂരൻ തുടങ്ങിയ മന്ത്രിമാരും സേനാപതികളും മറ്റു പൗരപ്രമാണികളായ വൃഷ്ണികളും ഭോജന്മാരും അന്തകന്മാരും മഹർഷികളും മഹാബ്രാഹ്മണരും അടങ്ങിയ ഒരു വലിയ യാദവ സമൂഹം രഥങ്ങളിലും പല്ലക്കുകളിലുമായി അവിടെ എത്തിച്ചേർന്നു. രാമകൃഷ്ണന്മാരെയും
യദുകുല നായകന്മാരെയും ധർമ്മപുത്രർ തന്നെ അത്യാദരവുകളോടെ സ്വീകരിച്ച് രമ്യങ്ങളായ മന്ദിരങ്ങളിൽ താമസിപ്പിച്ചു. കൃഷ്ണപത്നിമാരെയും ദേവകി, രോഹിണി മുതലായ മാതൃജനങ്ങളെയും പാഞ്ചാലിയും സുഭദ്രയും കൂടി എതിരേറ്റ് സ്വീകരിച്ചു. അന്തഃപുരത്തിൻ്റെ ചുമതല മുഴുവനും ദ്രൗപദിക്കായിരുന്നു. എല്ലാ കാര്യങ്ങളും ഭഗവാനോട് ആലോചിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പ്രവർത്തിച്ചു. എവിടെയും കൃഷ്ണനുണ്ട്. 1000 കൃഷ്ണന്മാരുടെ സാന്നിധ്യം ഉള്ളതുപോലെ കാണികൾക്ക് തോന്നി. എല്ലാം വേണ്ടവണ്ണം ഏർപ്പാടു ചെയ്തതിനു ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മാദി ഗുരുജനങ്ങളുടെയും കൃഷ്ണന്റെയും മുനിപുങ്കവന്മാരുടെയും ആശീർവാദത്തോടുകൂടി പത്നീസമേതം യാഗദീക്ഷ ആചരിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ എല്ലാ ഗ്രഹങ്ങളും ശുഭരാശികളിൽ നിൽക്കുന്ന ദിവ്യമുഹൂർത്തത്തിൽ മന്ത്രസിദ്ധി വരുത്തിയ യജ്ഞഹോത്രികളായ 16 വൈദിക ശ്രേഷ്ഠന്മാരും ഋഷീശ്വരന്മാരും ചേർന്ന് മംഗളവാദ്യഘോഷങ്ങളും ശംഖുനാദങ്ങളും മുഴക്കിക്കൊണ്ടിരിക്കെ യാഗകർമ്മങ്ങൾ ആരംഭിച്ചു. സർവാത്മകനായ ഭഗവാൻ സർവത്തിൻ്റെയും മേൽനോട്ടം വഹിച്ചു. വിശാലമായ ശാലകളും പന്തലുകളും നെടുമ്പുരകളും മട്ടുപ്പാവുകളുമെല്ലാം ജനാവലികളാൽ നിബിഡമായി. അങ്ങനെ വിശിഷ്ടവും വിപുലവുമായ വിധം നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മപുത്രരുടെ രാജസൂയ യജ്ഞം 34 മാസം നീണ്ടുനിന്നു. ഇത്രയും കാലം നീണ്ടുനിന്ന ഒരു രാജസൂയവും അതിനു മുമ്പ് ഈ ഭൂമിയിൽ ഒരു രാജാവും നടത്തിയിട്ടില്ല. എല്ലാം ഭക്തജലവത്സലനായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നടക്കുന്നു എന്നു മാത്രമേ ധർമാത്മജൻ വിചാരിച്ചിട്ടുള്ളൂ. മഹേന്ദ്രാദി ദേവകളും മഹർഷികളും യാഗപരിസമാപ്തിയിൽ പരമസന്തുഷ്ടരായി ഭവിച്ചു. യജ്ഞം പൂർത്തിയാകണമെങ്കിൽ അഗ്രപൂജ കൂടി നടക്കണം. ആ സ്ഥാനത്തിന് ആരാണ് യോഗ്യൻ എന്ന് എല്ലാവരും തമ്മിൽ ആലോചനയായി. അതിന് സർവദാ യോഗ്യൻ സർവലോകപതിയായ ഭഗവാൻ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ലെന്ന് ദിവ്യന്മാരായ മഹർഷികൾക്ക് അറിയാമായിരുന്നു. എങ്കിലും അവർ ആരും ഒന്നും മിണ്ടിയില്ല. ആ സമയം ശാസ്ത്രജ്ഞാനിയായ സഹദേവൻ മുമ്പോട്ട് വന്നു. എല്ലാവരും കേൾക്കെ ഇങ്ങനെ ഉറക്കെ പറഞ്ഞു, ഇതിനിത്ര ആലോചിക്കാൻ എന്താണ്? ത്രിഭുവനങ്ങൾക്കും നാഥനായ സാക്ഷാൽ ശ്രീനാരായണന്റെ തിരു അവതാരമായ ശ്രീകൃഷ്ണ പരമാത്മാവ് ഇവിടെ പള്ളി കൊണ്ടരുളുമ്പോൾ അഗ്രപൂജയ്ക്ക് അർഹനായി അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി മറ്റാരാണ് ഉള്ളത്? സൂര്യൻ ആകാശത്ത് പ്രകാശിക്കുമ്പോൾ വെളിച്ചത്തിനു വേണ്ടി വിളക്കിനെ തേടുന്നത് പോലെയാണിത്. അങ്ങനെ അജ്ഞന്മാരെ പോലെയാണ് നാം ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മുക്തിപ്രദനായ ആ ജഗന്മയനേക്കാൾ ഇതിനു യോഗ്യൻ വേറെ ആരാണ്? പ്രകാശമേറിയ ജ്യോതിസിനെ നോക്കാതെ നാം എന്തിന് കണ്ണടച്ച് ഇരുട്ടത്ത് തപ്പുന്നു? അതുകൊണ്ട് സംശയിക്കേണ്ട, അഗ്രപൂജയ്ക്ക് അർഹൻ ആ സനാതനമൂർത്തിയാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിച്ച് പൂജിക്കുക. ഹോത്രികളും ശാസ്ത്രികളും ഋഷികളും സഹദേവന്റെ അഭിപ്രായത്തിനോട് യോജിച്ചു. ഉടനെ ഭീഷ്മർ ധർമ്മപുത്രരെ വിളിച്ചു വരുത്തി ഇങ്ങനെ പറഞ്ഞു, യുധിഷ്ഠിര, നീ ചഞ്ചലപ്പെടേണ്ട. അഗ്രപൂജയ്ക്ക് സർവദാ അർഹൻ വസുദേവനായ ഭഗവാൻ ശ്രീവല്ലഭൻ തന്നെ. അങ്ങനെ തന്നെ നടക്കട്ടെ. പിതാമഹന്റെ അനുമതി കിട്ടിയപ്പോൾ യുധിഷ്ഠിരന്റെ അന്തരംഗത്തിൽ ശാന്തിയുടെ ഒരു കുളിർക്കാറ്റ് വീശി. അതനുസരിച്ച് ധർമാത്മജൻ എഴുന്നേറ്റ് സദസ്സിനെ ആകമാനം വന്ദിച്ച് ഹോത്രികളുടെ നിർദ്ദേശപ്രകാരം നിറഞ്ഞ നിർവ്യാജ ഭക്തിയോടെ ആ പുണ്യപുരുഷോത്തമനായ കൃഷ്ണനെ ഹിരണ്യപീഠത്തിൽ ആസനസ്ഥനാക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തൃച്ചേവടികളെ പാവന തീർത്ഥജലത്താൽ കഴുകി ദിവ്യപുഷ്പങ്ങൾ സമർപ്പിച്ചു.
പൂജിച്ച് സാഷ്ടാംഗം ദണ്ഡനമസ്കാരം ചെയ്തു. മംഗളവാദ്യങ്ങൾ മുഴങ്ങി. ജയ ജയ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, പ്രസീദ പ്രസീദ എന്നുള്ള നാമസ്തുതികൾ സദസ്യരുടെ കണ്ഠനാളങ്ങളിൽ നിന്നും ഉയർന്നു. ദേവന്മാർ ആകാശത്തു നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി. ഇതെല്ലാം കണ്ടുകൊണ്ട് അസ്വസ്ഥനായി ഒരാൾ ആ സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം സദസ്സിലിരുന്ന ഛേദിപനായ ശിശുപാലൻ ക്രുദ്ധനായി ചാടി എഴുന്നേറ്റു. നിന്ദ്യങ്ങളായ ദുർഭാഷണം കൊണ്ട് പാണ്ഡവരെയും കൃഷ്ണനെയും കഠിനമായി അധിക്ഷേപിച്ചു. കൃഷ്ണപിതാവായ വസുദേവരുടെ സഹോദരീ പുത്രനാണ് ശിശുപാലനെങ്കിലും പണ്ടുകാലം മുതൽക്കേ അവൻ കൃഷ്ണന്റെ ശത്രുവാണ്. അച്ഛൻ നോക്കിയിരിക്കെ മറ്റുള്ളവരെ പ്രാപിച്ചു നേടിയെടുത്ത പിഴച്ച സന്തതികളായ ഈ നാണം കെട്ട പാണ്ഡവർ ഇതെല്ലാം ഇതിനപ്പുറവും ചെയ്യും. പിറവിയിൽ പിഴച്ചു പോയാൽ പിന്നെ ഇവർക്ക് അഭിമാനമുണ്ടാകുമോ? മഹാന്മാരായ രാജാക്കന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഈ വിധം അപമാനിച്ചത് എന്തുകൊണ്ടും പൊറുക്കാൻ സാധിക്കുന്നതല്ല. യോഗ്യന്മാരായ അനവധി രാജാക്കന്മാർ ഇവിടെ സദസ്സിലിരിക്കെ അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു കള്ളനായ ഇടയന്റെ കാലു കഴുകി അവന് അഗ്രപൂജ നൽകിയതോർക്കുമ്പോൾ ഈ യാഗത്തിൻ്റെ പരിശുദ്ധി അത് ചെയ്തവർ തന്നെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. യുധിഷ്ഠിരന്റെ ഈ വിധത്തിലുള്ള പ്രവൃത്തി മൂലം 34 മാസം നീണ്ടുനിന്ന മഹാത്മ്യമേറിയ ഈ യാഗം നിഷ്ഫലമായി തീർന്നിരിക്കുന്നു. കഷ്ടം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഇത് അപമാനം തന്നെ, ലജ്ജാകരം. ഇത്ര ഉന്നതമായ അഗ്രപൂജ അർപ്പിക്കുവാൻ ഈ അധമനിൽ എന്തു യോഗ്യതയാണ് നിങ്ങൾ കണ്ടത്? ഒന്നുകിൽ ബ്രാഹ്മണ്യം വേണം, ഇല്ലെങ്കിൽ രാജത്വം വേണം. ഇവ രണ്ടുമില്ലെങ്കിൽ കുലമഹിമ എങ്കിലും വേണം. ഇവയിലേതെങ്കിലും ഇവനുണ്ടോ? വെറും തട്ടിപ്പ് കൊണ്ട് നടക്കുന്ന ഒരു മായാവി. ഇവന്റെ യോഗ്യതകൾ കേട്ടാൽ കേൾക്കുന്നവർക്ക് പോലും നാണക്കേട് തോന്നും. ഏതു സ്ത്രീയെ കണ്ടാലും പ്രായമോ തരമോ നോക്കാതെ എല്ലാവരെയും കാമത്തോടുകൂടി ഭോഗിക്കുന്ന ഒരു കാമലമ്പടൻ. കൂനുപിടിച്ച കുബ്ജക്കിളവിയെപ്പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഗോപസ്ത്രീകളെ മുഴുവനും കളിപ്പിച്ച് അവരുടെ ചാരിത്രം കൊള്ള ചെയ്ത ഒരു കള്ളനാണിവൻ. ഒടുവിൽ കണ്ണുനീരും കയ്യുമായി അവരെ ആട്ടിയോടിച്ചു. കുളിച്ചുകൊണ്ടു നിന്ന പെണ്ണുങ്ങളുടെ വസ്ത്രം വാരിയെടുത്ത് അവരെ പൂർണ്ണ നഗ്നകളാക്കി നിർത്തി അവരുടെ നഗ്നത കണ്ട് രസിച്ച ആഭാസനാണിവൻ. സ്വന്തം അമ്മാവനെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊന്ന കൊടും പാതകി. മുല കൊടുക്കാൻ വന്ന ഒരു പാവം സ്ത്രീയുടെ പ്രാണൻ വലിച്ചു കുടിച്ച് അവളെ കൊന്ന പരമദുഷ്ടൻ, സ്ത്രീഘാതകൻ. വളർത്തിയ അമ്മയെയും അച്ഛനെയും മറന്ന നന്ദി കെട്ടവൻ. ഇപ്പോൾ വിഡ്ഢികളായ പാണ്ഡവരുടെ കൂടെ കൂടിയിരിക്കുന്നത് അവരുടെ ഭാര്യയായ പാഞ്ചാലിയെ തട്ടിക്കൊണ്ടു പോകാനാണ്. അവൾ പോകുകയും ചെയ്യും. 5 പേരെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി 6ാമതൊരാൾ വന്നാലും അവൾക്ക് കുഴപ്പമില്ല. വളരെയേറെ മഹാരാജാക്കന്മാരും ദിവ്യന്മാരായ പല മുനിപുങ്കവന്മാരും ഇരിക്കുന്ന ഈ സദസ്സിൽ അവരുടെ മുമ്പിൽ വെച്ച് ഈ അനീതി കാണിച്ചപ്പോൾ മിണ്ടാൻ അവരുടെ നാവനങ്ങിയില്ല. എല്ലാം മത്തുപിടിച്ചിരുന്നു പോയി. കണ്ട പെണ്ണുങ്ങളുടെ പാലും വെണ്ണയും കട്ടു നടന്ന, കണ്ട പെണ്ണുങ്ങളെ കണ്ടമാനം അപമാനിച്ചു നടന്ന കള്ളനും കശ്മലനുമായ ഈ കൃഷ്ണനെയാണോ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുത്തത്? അവനാണോ യോഗ്യൻ? അരണ്യത്തെ വെടിഞ്ഞ് കള്ളക്കാക്കയെ മാലയിട്ടതുപോലെയുണ്ട്. 16,000 പെണ്ണുങ്ങളെ അന്തഃപുരത്തിലിട്ട് കണ്ണുനീര് കുടിപ്പിക്കുന്ന ഇവനാണോ അഗ്രപൂജയ്ക്ക് യോഗ്യൻ? എൻ്റെ കാമിനിയായ രുക്മിണിയെ ബലാത്കാരം ചെയ്ത് തട്ടിക്കൊണ്ടുപോയ ഈ അധർമ്മിയാണോ അഗ്രപൂജയ്ക്ക് യോഗ്യൻ? പതിവ്രതകളെ ദ്രോഹിക്കുന്ന പാതകിയാണിവൻ. ഇവന് വേദജ്ഞാനമുണ്ടോ? വിജ്ഞാനമുണ്ടോ? ജാതിയുണ്ടോ? കുലമുണ്ടോ? വർണ്ണമുണ്ടോ?
ബ്രാഹ്മണനും ചണ്ടാലനും ഇവന് തുല്യരാണ്. പട്ടിയെയും പശുവിനെയും ഒന്നുപോലെ കാണുന്ന വിഡ്ഢിയാണിവൻ. ഇവന് വീടുണ്ടോ? ഇവന് നാടുണ്ടോ? നാട്ടിൽ നിന്നോടി കടലിൽ കഴിയുന്ന ഒരു കുടിലനല്ലേ ഇവൻ. ഇവൻ്റെ ശരീരത്തിലെ കറപ്പ് ഇവൻ്റെ ഉള്ളിലുമുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത സഹദേവൻ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ അനുസരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഭീഷ്മരും ദ്രോണരുമൊക്കെ? അവരുടെ ബുദ്ധി കെട്ടുപോയോ? ഈ പിഴച്ച പാണ്ഡവരുടെ അമ്മ കുന്തിയും എൻ്റെ അമ്മ ശ്രുതസ്രവസും നേരെ ജ്യേഷ്ഠത്തി അനുജത്തിമാരാണ്. പക്ഷേ എന്തു പ്രയോജനം? പാണ്ഡവർ മിത്രങ്ങളാണെന്ന് ഭാവിക്കുവാൻ എൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല. വെറുതെയല്ല എല്ലാവരെയും ദുര്യോധനൻ ആട്ടിപ്പുറത്താക്കിയത്. ഇങ്ങനെ ചേതുരാജാവിൻ്റെ ആക്ഷേപങ്ങൾ കേട്ട് സഹിക്കാൻ വയ്യാതെ എല്ലാവരും ചെവി പൊത്തി. എല്ലാവരും കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതേ ഉള്ളൂ. എങ്കിലും ആ ചെന്താമര വദനത്തിൽ കോപത്തിൻ്റെ അരുണിമ നിറം പടർന്നു കയറുന്നതായി ധർമ്മപുത്രർ കണ്ടു. നിർത്തടാ നിന്റെ പേവാക്കുകൾ എന്നൊരു ഗർജനം ഇടിഗർജിതം പോലെ അർജുനന്റെ കണ്ഠത്തിൽ നിന്നും അപ്പോൾ കേൾക്കപ്പെട്ടു. പാർത്ഥൻ മുമ്പോട്ട് വന്ന് ഉഗ്രസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: നിർത്തടാ നിന്റെ ദുർഭാഷണം. നിന്റെ അഹങ്കാരം കാണിക്കേണ്ട രംഗം ഇതല്ല. ഇനിയും നീ തൊള്ള തുറന്നാൽ എൻ്റെ അസ്ത്രം കൊണ്ടായിരിക്കും ഞാനതിന് മറുപടി പറയുന്നത്. ഇത് കേട്ടപ്പോൾ ശിശുപാലൻ ഇങ്ങനെ പറഞ്ഞു: എന്ത്? നീ അസ്ത്രം കൊണ്ട് മറുപടി പറയുമെന്നോ? എന്നാൽ അതൊന്ന് കാണണം. ഇങ്ങനെ പറഞ്ഞുറഞ്ഞു തുള്ളിക്കൊണ്ട് ശിശുപാലൻ ആയുധങ്ങളുമായി തേരിൽ ചാടിക്കയറി. ആ സമയം ഭഗവാന്റെ നീല നയനങ്ങൾ തീക്കട്ടകൾ പോലെ ചുമന്ന് ഉജ്ജ്വലങ്ങളായി. കായാമ്പൂ നിറമുള്ള ഭഗവാന്റെ തിരുവുടൽ ആപാദമസ്തകം വിറച്ചു. 100 കോടി ഭാസ്കരപ്രഭ ഭഗവാന്റെ തിരുശരീരത്തിൽ നിന്നും ചിന്നിച്ചിതറി. ആർക്കും നോക്കാൻ പാടില്ലാത്ത ദീപ്തിയും ആർക്കും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത പലതരം പരിവേഷങ്ങളോട് കൂടിയ അത്ഭുത ഭാവ വ്യത്യാസങ്ങളും കണ്ട് കാണികൾ അമ്പരന്നു. ഭഗവാന്റെ ഈ ഭാവപ്പകർച്ചകൾ കണ്ട് മാമുനികളും മഹാബ്രാഹ്മണരും എഴുന്നേറ്റു നിന്ന് കൈകോപ്പി. വിശ്വംഭരന്റെ വിശ്വരൂപം ദൃശ്യമാകുകയാണോ എന്നുപോലും വശിഷ്ഠ നാരദാദികൾ സന്ദേഹിച്ചു. യുധിഷ്ഠിരൻ സംഭ്രമചിത്തനായി ഭീഷ്മരോട് ചോദിച്ചു: പിതാമഹ, ഭഗവാനിൽ കാണുന്ന ഈ ഭാവവ്യത്യാസം എന്താണ്? കണ്ടിട്ട് ഭയമാകുന്നുവല്ലോ. അപ്പോൾ ഭീഷ്മർ ശാന്തമായി ഇങ്ങനെ പറഞ്ഞു: ധർമ്മരാജ, ക്രോധവിവശനായപ്പോൾ ഭഗവാനുണ്ടായ ഒരു അവസ്ഥാവിശേഷമാണിത്. ധർമ്മ സംസ്ഥാപനാർത്ഥം ദേവകീപുത്രനായി അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ വൈകുണ്ഠപതിയായ വിഷ്ണുവാണ്. അദ്ദേഹത്തിൻ്റെ രഹസ്യം ആർക്കും അറിഞ്ഞുകൂടാ. ബ്രഹ്മനായതും ശിവനായതും വിഷ്ണുവായതും ഇവൻ തന്നെയാണ്. പണ്ട് സനകാദി മുനികളുടെ ശാപഫലമായി വൈകുണ്ഠ ഗോപുര ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ 3 ജന്മം അസുരന്മാരായി ജനിച്ച് ഭഗവാന്റെ കയ്യാൽ മരണം പ്രാപിച്ച് മുക്തിയടയണമെന്നുള്ള ശാപത്തോടുകൂടി ഹിരണ്യാക്ഷനായും ഹിരണ്യകശിപുവായും രാവണനായും കുംഭകർണനായും പിറന്ന് ഭഗവാനാൽ വധിക്കപ്പെട്ടു. 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനായും ദന്താവക്ത്രനായും അവരിപ്പോൾ പിറന്നിരിക്കുകയാണ്. തൃക്കൈ കൊണ്ട് വധിച്ച് അവർക്കും ഭഗവാൻ സായുജ്യം നൽകും. അങ്ങനെ ശിശുപാലനെ വധിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പുണ്യപുരുഷോത്തമൻ ഈ രൗദ്രഭാവം കൈക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭീഷ്മർ ധർമ്മപുത്രരെ സമാധാനപ്പെടുത്തുന്നു. ആ സമയം പല ദുർനിമിത്തങ്ങളും അവിടെ കാണപ്പെട്ടു. നാരദൻ ധർമ്മപുത്രരുടെ അടുത്തു വന്ന് ഇങ്ങനെ പറഞ്ഞു:
യുധിഷ്ഠിര, ഭയപ്പെടേണ്ട. ഈ കാണുന്ന വകകളൊന്നും അങ്ങയുടെ യാഗത്തെ സംബന്ധിച്ചിട്ടുള്ള ദുർനിമിത്തങ്ങളല്ല. ശിശുപാലനെ ഇന്ന് കൃഷ്ണൻ വധിക്കും. അതിൻ്റെ ദുർലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. അങ്ങയുടെ യാഗത്തെ ഇതൊന്നും ബാധിക്കുകയില്ല. അഗ്രപൂജയോടുകൂടി അതതിൻ്റെ പരിസമാപ്തിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വധവും യാഗവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. വധം മൂലം യാഗത്തിന് യാതൊരു അഭംഗിയും വരികയുമില്ല. സമാധാനപ്പെടുക. എല്ലാം ഭഗവാന്റെ തിരുവുള്ളം പോലെ തന്നെ നടക്കട്ടെ. ആ സമയം ഭഗവാന്റെ രൗദ്രഭാവം കണ്ട് ജനങ്ങൾ ഭയപ്പെട്ടു. അവർ ഭഗവാന്റെ തിരുനാമങ്ങൾ വാഴ്ത്തി സ്തുതിച്ചു. മാമുനികളും ഭഗവാൻ ശാന്തനായി തീരുവാൻ പ്രാർത്ഥിച്ചു. ലോകനാഥ, ഈ രൂപം ഉപസംഹരിക്കണമേ എന്ന് ധർമ്മപുത്രർ അപേക്ഷിച്ചു. ഭഗവാൻ തൽക്ഷണം തന്നെ തൻ്റെ രഥത്തിൽ ചാടിക്കയറി ശിശുപാലന്റെ രഥത്തിനോട് അടുത്തു വന്നു. മഹർഷികൾ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് നൃത്തം ചെയ്തു. സ്തുതിഗീതങ്ങൾ സർവകണ്ഠങ്ങളിൽ നിന്നും ഉയർന്നു. പാഞ്ചജന്യം സദസ്സിനെ ഭേദിക്കുമാറ് അത്യുച്ചത്തിൽ മുഴങ്ങി. ശിശുപാലനും കൃഷ്ണനും തമ്മിൽ യുദ്ധത്തിനൊരുങ്ങുന്നു എന്ന് കണ്ട അർജുനൻ ഗാന്ധീവമെടുത്ത് കുലച്ചു. ഭീമൻ ഗദയെടുത്തു പിടിച്ചു. നകുലനും സഹദേവനും ആയുധങ്ങൾ കയ്യിലെടുത്തു. സ്ത്രീജനങ്ങളുടെ ഇടയിൽ നിന്നും വീരാംഗനകളായ ഭാമയും സുഭദ്രയും നിർഭയം മുമ്പോട്ടടുത്തു. ശിശുപാലന്റെ ബന്ധുരാജാക്കന്മാരും യുദ്ധത്തിന് സന്നദ്ധരായി ആയുധങ്ങൾ ധരിച്ചു. ഈ സമയം ഒരു യുദ്ധം നടന്നാൽ അത് ധർമ്മപുത്രരുടെ യാഗത്തിന് കളങ്കമുണ്ടാകും. അങ്ങനെ സംഭവിച്ചുകൂടാ. എന്നാൽ ശിശുപാലനെ വധിക്കുകയും വേണം. ഈ വിധം ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സുദർശനമെടുത്ത് ശിശുപാലന്റെ കഴുത്ത് ഛേദിച്ചു. തത്സമയം അവൻ്റെ തലയറ്റ് ഉടൽ താഴെ വീഴുകയും ചെയ്തു. അവൻ്റെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന ആ ആത്മാവ് വൈകുണ്ഠപദം പ്രാപിക്കുകയും ചെയ്തു. ശിശുപാലന്റെ വധം കണ്ട് ദേഷ്യത്തോടുകൂടി അവൻ്റെ കൂട്ടുകാരായ ചില രാജാക്കന്മാർ യുദ്ധത്തിന് ഒരുങ്ങിയെങ്കിലും പിന്നീട് ഭയപ്പെട്ട് അവർ ഇന്ദ്രപ്രസ്ഥം വിട്ടോടി തങ്ങളുടെ രാജ്യത്തിൽ ചെന്ന് അഭയം പ്രാപിച്ചു. ശിശുപാലന്റെ മൃതശരീരം സർവ്വവിധ രാജപദവികളോടും കൂടി ചേതി രാജ്യത്തിലേക്ക് അയക്കുവാനും അവൻ്റെ പുത്രന്മാരെ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ വിധം പിതൃകർമ്മങ്ങൾ നടത്തുവാനും വേണ്ട ഏർപ്പാടുകൾ കൃഷ്ണൻ ചെയ്തു. അനന്തരം യാഗഹോത്രികൾക്കും പരികർമ്മികൾക്കും അതിന് സഹായിച്ച ഋഷികൾക്കും നാരദൻ, വസിഷ്ഠൻ, കശ്യപൻ, ധൗമ്യൻ, ഭരദ്വാജൻ, വ്യാസൻ, പരാശരൻ തുടങ്ങിയ മുനിമാർക്കും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും മുനി ശിഷ്യഗണങ്ങൾക്കും ദക്ഷിണകളും ദാനങ്ങളും നൽകി ബന്ധുമിത്രാദികളോടൊരുമിച്ച് അവഭൃത സ്നാനവും കഴിച്ച് യുധിഷ്ഠിരൻ മഹത്തായ രാജസൂയ യജ്ഞം മംഗളമായി അവസാനിപ്പിച്ചു. യാഗകാലമായ 34 മാസവും സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രദാനം മുതലായവ നൽകി അവരെയും അദ്ദേഹം സന്തോഷിപ്പിച്ചിരുന്നു. യാത്രാവസരത്തിൽ മഹർഷികൾ ധർമ്മപുത്രരെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹാത്മൻ, അങ്ങ് നടത്തിയ ഈ രാജസൂയ യജ്ഞം പോലെ ഒരു മഹായാഗം ഇതേവരെ ആരും നടത്തിയിട്ടില്ല. അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ. അപ്പോൾ യുധിഷ്ഠിരൻ വിനയപൂർവം തൊഴുതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മഹർഷീശ്വരന്മാരെ, എല്ലാം ഭക്തവത്സലനായ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നടന്നു എന്നല്ലാതെ മറ്റൊന്നും അടിയൻ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് യുധിഷ്ഠിരൻ എല്ലാവരെയും തൊഴുതു. അകലത്തിൽ നിന്നിരുന്ന ചെന്താമരക്കണ്ണനെ നോക്കി മുനികൾ കുറേ നേരം കൈകൂപ്പി നിന്ന് ധ്യാനിച്ചു. അതിഥികൾ ഓരോരുത്തരായി പിരിഞ്ഞു. രാമകൃഷ്ണന്മാരും
പത്നിമാരും ദ്വാരകയിലേക്ക് തിരിച്ചു. ദ്വാരകയിൽ നിന്നും വന്നിരുന്ന മറ്റുള്ളവരെല്ലാവരും തന്നെ നേരത്തെ തന്നെ പോയിക്കഴിഞ്ഞിരുന്നു. ധർമ്മപുത്രരുടെ ശ്രേയസ്കരമായ ഐശ്വര്യവും പ്രതാപവും സർവജന സംപ്രീതിയും കണ്ട് ദുര്യോധനനും കൂട്ടുകാർക്കും വലിയ അസൂയ തോന്നുന്നു. അതിനും പുറമേ മയനിർമ്മിതമായ ആ പുരം കണ്ട് അവർക്ക് സ്ഥലജലഭ്രമം പോലും ഉണ്ടായി. സ്ഥലം കണ്ട് ജലമാണെന്നും ജലം കണ്ട് സ്ഥലമാണെന്നും അവർ ധരിച്ച് പല ഗോഷ്ഠികളും കാണിച്ചുകൂട്ടി. പാഞ്ചാലിയും ഭീമനും അത് കണ്ട് ചിരിച്ചുപോയി. അത് ദുര്യോധനനിൽ വൈരാഗ്യത്തിന് കാരണമാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ധർമ്മപുത്രർ നടത്തിയ രാജസൂയവും ശിശുപാല വധവും. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിനായി എല്ലാവരും കാത്തിരിക്കുക. എന്നും മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.